നമസ്കാരം, ധനു സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. ആവർത്തന ചോദ്യങ്ങളാണ് കേട്ടോ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ആൻസർ ഇടുക്കി. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഇപ്പോഴത്തെ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഇടുക്കി. നേരത്തെ പാലക്കാടായിരുന്നു, ഇപ്പോൾ ഇടുക്കിയാണ്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വരയാടല്ലെങ്കിൽ നീലഗിരി താർ അതിനെ സംരക്ഷിക്കാനായിട്ട് പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ വരുന്നത് തമിഴ്നാട്. പ്രോജക്റ്റ് നീലഗിരി താർ വരുന്നത് എവിടെയായിരുന്നു? തമിഴ്നാട്ടിലാണ് പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിക്കുന്നത്. വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രോജക്റ്റ് നീലഗിരി താർ എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. ആ പദ്ധതി എവിടെയാണ് കാണുക എന്ന് ചോദിച്ചാൽ, എവിടെയാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചാൽ എവിടെ എഴുതാം? നമുക്ക് തമിഴ്നാടെന്ന് എഴുതാം. അപ്പോൾ വരയാടിനെ അല്ലെങ്കിൽ നീലഗിരി താറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് നീലഗിരി താർ എന്ന പദ്ധതിയാണ്. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അടുത്തത്, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾക്ക് ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി ആരംഭിച്ച മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? സ്കൂൾ ബസ്സുകൾ രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? മൊബൈൽ ആപ്പിൻ്റെ പേരാണ് വിദ്യാവാഹൻ. മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? വിദ്യാവാഹൻ. അതായത് സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി, രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഏത്? വിദ്യാവാഹൻ എന്ന് പറഞ്ഞ സംഭവം. വിദ്യാവാഹൻ എന്നത് മൊബൈൽ ആപ്പാണത്. ബസ് ട്രാക്ക് ചെയ്യാൻ, ബസ് എവിടെ എത്തി നമുക്ക് അറിയാൻ സാധിക്കും. രക്ഷിതാക്കൾ, പേരൻസിന് ബസ് എവിടെ എത്തി നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ. അടുത്തത്, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? ആദ്യ ജില്ല ഏതാണ്? വയനാട് തന്നെയാണ്. അടിസ്ഥാന രേഖകൾ നൽകുന്ന ആദ്യത്തെ ജില്ല. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ഏത്? ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്, അല്ലേ? വയനാട് ഇപ്പോൾ ഉള്ള ദുരന്തമൊക്കെ നമുക്കറിയാം. അപ്പോൾ വയനാട്ടിലെ ആദിവാസികൾ, അല്ലേ, അവിടെയുള്ളവർക്കാണ് ഏറ്റവും ആദ്യമായിട്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അടിസ്ഥാന രേഖകൾ കൊടുക്കുന്നത്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. അടുത്തത്, തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? ആൻസർ 49 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. 1949 തിരുക്കൊച്ചി 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. 49 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം, തിരുവിതാംകൂറും കൊച്ചിയും തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുത്തിയ യുനെസ്കോയുടെ ലോക പൈതൃക ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏതാണ്? മുടിയേറ്റ്. നെക്സ്റ്റ് വൺ, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? നിബന്ധമാല എന്ന കൃതി ആരാണ് എഴുതിയത്? നിബന്ധമാല എന്ന കൃതി എഴുതിയത് ആരാണ്? ആൻസർ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. നിബന്ധമാല ചിപ്ലുങ്കറാണ് നിബന്ധമാല
വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ഈക്വൽ ടു നിബന്ധമാല. നിബന്ധമാല എഴുതിയത് ആരാണത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ്. അടുത്തത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നമുക്ക് സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ഫസ്റ്റ് മലയാളി, ആദ്യത്തെ മലയാളി. സി ബാലകൃഷ്ണൻ അല്ലേ? ബാല്യകാലം, അപ്പോൾ ആദ്യം കിട്ടിയത് ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് കിട്ടിയതാർക്കാണ്? അല്ലേ? ബാലഭദ്രൻ. ഓർക്കാം. ബാലകൃഷ്ണൻ, കൃഷ്ണനും അർജുനനും അത് ഓർക്കാം അല്ലേ? ബാലകൃഷ്ണൻ. അപ്പോൾ ബാലൻ ആദ്യത്തേത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. കൃഷ്ണനും അർജുനനും ഒക്കെ ഇന്ന് ഓർക്കാൻ പറ്റും. സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ഫസ്റ്റ് മലയാളി, ആദ്യത്തെ മലയാളി. അടുത്തത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? വാണിജ്യ വിഭാഗം ഏതാണ് പറഞ്ഞാൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ്. സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം അല്ലേ? സ്പേസ് സ്ഥലമല്ല, പിന്നെയോ ബഹിരാകാശം എന്നുള്ള സ്പേസാണ് വരുന്നത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. സ്പേസ് മീൻസ് സ്ഥലമൊന്നല്ല, അവിടെ ബഹിരാകാശം എന്നുള്ള മീനിങ്ങാണ് ഉപയോഗിക്കുക. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്താണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? അവിടെ സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെ അല്ലേ? ഇരുമ്പ് കയറ്റുമതി ഇറക്കുമതി ഇതൊക്കെ വരുമ്പോൾ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് പറയുന്നില്ല. അതുപോലെ തന്നെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസാണ് കേട്ടോ, സ്പേസ് ലിമിറ്റഡ്. അപ്പം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണേത്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അടുത്തത് 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? IPL 23 IPL ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആരായതാണ്? തുഷാർ ദേശ്പാണ്ഡെ. തുഷാർ ദേശ്പാണ്ഡെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആരായിരുന്നു? തുഷാർ ദേശ്പാണ്ഡെ. ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോൾ അല്ലേ? കളിക്കാരൻ. തുഷാർ ദേശ്പാണ്ഡെ. ഇമ്പാക്റ്റുകാരൻ തുഷാർ ദേശ്പാണ്ഡെയാണ്. പാണ്ഡെയാണ് ഇമ്പാക്റ്റുകാരൻ അല്ലേ? ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ അത് പാണ്ഡെയാണ്. തുഷാർ ദേശ്പാണ്ഡെ. നെക്സ്റ്റ് വൺ, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം അല്ലേ? ജ്ഞാനപ്പാന എഴുതിയത് ആര്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 എഴുതിയത് ആരാണ്? ആൻസർ മധുസൂദനൻ നായർ. 2023 മധുസൂദനൻ നായർക്കാണ് ജ്ഞാനപ്പാന പുരസ്കാരം അല്ലേ? ജ്ഞാനപ്പാന പുരസ്കാരം 2023 മധുസൂദനൻ നായർ. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് അല്ലേ? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന് ഡേറ്റ് ഓർമ്മയുണ്ടോ? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. 2023 C3 14 ജൂലൈ 14 C3 14 കേട്ടോ. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുക. 2023 ജൂലൈ മാസമാണ്. ജൂലൈ മാസം 14 എന്ത്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അടുത്തത്, മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ജുഡീഷ്യൽ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട്. ആൻസർ VK മോഹൻ കമ്മീഷൻ. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? VK മോഹൻ കമ്മീഷൻ. അടുത്തത്, താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ്? അസ്ഥിക്ക് വേണ്ട
വിറ്റാമിൻ ഏതാണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ട വിറ്റാമിൻ ഏതാണ്? ആൻസർ എന്ത് പറയാം? വിറ്റമിൻ ഡി അല്ലേ? വിറ്റമിൻ ഡി ആണ് പല്ലിൻ്റെ എല്ലിൻ്റെയും ബലത്തിന് ആവശ്യമുള്ളത്. വിറ്റാമിൻ ഡി ആണ്. അപ്പോൾ അസ്ഥിക്ക് അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടത് എന്താണ്? വിറ്റാമിൻ ഡി ആണ്. പല്ലിൻ്റെ എല്ലിൻ്റെയും ബലത്തിന് വേണ്ടത് വിറ്റമിൻ ഡി അല്ലേ? വിറ്റമിൻ ഡി കുറവുണ്ടെന്ന അസുഖം ഏതാണ്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന അസുഖം ഉണ്ടാകും. വിറ്റമിൻ ഡിയുടെ അഭാവത്തിൽ അല്ലെങ്കിൽ കുറവുണ്ട് എന്തുണ്ടാകുന്നുണ്ട്? അസ്ഥികൾ വളയുന്നു. അതാണ് കണ രോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നുണ്ട് അല്ലേ? വിറ്റമിൻ സിയുടെ അഭാവം നിങ്ങൾക്കറിയാം ഏത് രോഗമാണ്? സ്കർവി എന്ന് പറയും. സ്കർവിയാണ് ഉണ്ടാവുക. അതുപോലെ വിറ്റമിൻ എയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തതയാണെന്നറിയാം. നിശാന്തത അല്ലേ? വിറ്റമിൻ B1 എന്ന് പറയുമ്പോൾ അത് ബെറിബറി ആണെന്ന് പറയും അല്ലേ? B1 ബെറിബറി. അപ്പോൾ വൈറ്റമിൻ എ ആർക്ക് വേണ്ടി വേണം? വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ആർക്ക് വേണം? അത് കണ്ണിന് വേണ്ടി വേണം. വിറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? പ്രതിരോധമുണ്ട്. അതുപോലെ മോണയ്ക്കും ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ്? വനമേഖല ഏതാണ്? എന്തിനൊക്കെ വേണ്ടിയാണ്? വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും എല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വനമേഖല ഏതാണ്? ചരിത്ര സ്മാരകം വേണം, വന്യജീവി, പ്രകൃതി വിഭവങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വനമേഖല. ആ വനമേഖല എവിടെ നമുക്ക് കാണാൻ കഴിയും? ആൻസർ നാഷണൽ പാർക്കുകൾ. അങ്ങനെയുള്ള സംരക്ഷിക്കുന്നതാണ് ഇവിടെ നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകൾ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? വെള്ളായണി ഹ്രസ്വ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ്? കിഴങ്ങ് വർഗ്ഗമാണ്. കിഴങ്ങ് വർഗ്ഗം ആണ് അല്ല. ഇവിടെ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ സങ്കരയിനം ഏതൊക്കെ? തെങ്ങിൻ്റെ സങ്കരയിനം ഇല്ല, ചന്ദ്രലക്ഷ, ചന്ദ്രസങ്കര, ലക്ഷഗംഗയൊക്കെ തെങ്ങിൻ്റെ സങ്കരയിനമാണ്. ചന്ദ്രലക്ഷ അല്ലേ? ചന്ദ്രലക്ഷ എന്ന് പറയുന്നതും അതുപോലെ ചന്ദ്രശങ്കര, അതുപോലെ മറ്റൊരെണ്ണമാണ് ലക്ഷഗംഗ. ഇവരെല്ലാം എന്താണ്? ലക്ഷഗംഗയും തെങ്ങാണ്. ലക്ഷഗംഗ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര ഇത് മൂന്നും തെങ്ങിൻ്റെയാണ്. ഇത് മൂന്നും തെങ്ങിൻ്റെ സങ്കര ഇനം വർഗ്ഗങ്ങളാണ്. തെങ്ങിൻ്റെയാണ്. ഓക്കെ, തെങ്ങിൻ്റെ സങ്കര ഇനം വർഗ്ഗങ്ങളാണ്. അത് ടി ഇൻറ്റു ഡി, ഡി ഇൻറ്റു ടി ഒക്കെ തെങ്ങിൻ്റെയാണ് പറയുന്നത്. തെങ്ങിൻ്റെയാണ് സങ്കര ഇനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഏതാണ്? രോഗം ഏത് തന്നെയാണ്? ഡയേറിയ, വയറിളക്കം. ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം അല്ലേ? ഈ കോളെ ബാക്ടീരിയ ഒക്കെ അതിനകത്തിൽ കാണും. അപ്പം ഡയേറിയ അല്ലെ വയറിളക്കമാണ് ഉണ്ടാകുന്നത്. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയെ ബന്ധപ്പെട്ട പ്രസ്താവന പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 4 ശരിയാണ്. 4 പറയുമ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് വരുന്ന ധമനി അല്ലേ? അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ നിന്ന് പോകുന്നതും എന്താണ്? ശ്വാസകോശത്തിൽ നിന്ന് പോകുന്നതും ധമനിയല്ല ഉദ്ദേശിക്കുക. അതെന്താണത്? ശുദ്ധരക്തവും കൊണ്ടാണ് പോവുക അല്ലേ? ശുദ്ധരക്തം അവിടുന്ന് കൊണ്ടുപോകേണ്ടതും സിരയല്ല കൊണ്ടുപോകേണ്ടതും. ശ്വാസകോശ ധമനി എന്ന് പറയുമ്പോൾ അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനിയാണ് അല്ലേ? എന്നാൽ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകൾ എന്ന് പറയുമ്പോഴെല്ലാം എന്താണ്? സിരകളാണ്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നവയല്ല, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നവയെല്ലാം അല്ലേ കൊണ്ടുവരുന്നവയെല്ലാം എന്താ? സിരകളാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നവ എന്താണ്? ധമനികളുമാണ്. ഹൃദയത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നവ ധമനികളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? സിരകളുമാണ്. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ശുദ്ധീകരിച്ചല്ലേ കൊണ്ടുപോവുക. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് രക്തം വഹിക്കുന്നവയെല്ലാം ധമനികളാണ്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നതെല്ലാം എന്താണ്? സിരകളുമാണ്. അങ്ങനെ വരുമ്പോൾ ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ധമനി ഏതാണ്? ശ്വാസകോശ ധമനി.
ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശ്വാസകോശസിര. വ്യത്യാസം നോക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന ഏകസിര ശ്വാസകോശസിരയും അശുദ്ധരക്തം വഹിക്കുന്ന ഏകധമനി ശ്വാസകോശധമനിയും ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ്? ബാക്ടീരിയ ഏതാണ്? ഈ കോളെ ബാക്ടീരിയ ആണ്. എസ്തെറിഷ്യ കോളെ ബാക്ടീരിയ ആണ്. ഈ കോളെ ബാക്ടീരിയ, എസ്തെറിഷ്യ കോളെ ബാക്ടീരിയ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? കമ്പനി ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. ന്യൂറോലിങ്ക് കോർപ്പറേഷൻ. അടുത്തതിൻ്റെ ഏത് കണ്ടെത്തലിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ജെ തോംസൺ കണ്ടെത്തിയത് ആരാണ്? പ്രോട്ടോൺ ആണോ, ഇലക്ട്രോൺ ആണോ, ന്യൂട്രോൺ ആണോ? ഇതിലേതാണ്? ഏതാ വരിക? ഇലക്ട്രോൺ ഇല്ലേ? എപ്പോൾ ജെ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ. ജെ തോംസൺ ഇലക്ട്രോൺ ആണ്. അടുത്തത് തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത കാർബൺ രൂപാന്തരം ഏതാണ്? ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്തത് അല്ലേ? ക്രിസ്റ്റലാകൃതിയിൽ അല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ആൻസർ കൽക്കരിയാണ് അല്ലേ? വജ്രം ക്രിസ്റ്റൽ പോലെ നമുക്ക് തോന്നും, ഗ്രാഫൈറ്റ് തോന്നും, ഫുള്ളറിൻ തോന്നും. ഇപ്പോൾ കൽക്കരിയാണെന്ത്? ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബൺ രൂപാന്തരം ഏതാണ്? കൽക്കരിയാണ്. ക്രിസ്റ്റലാകൃതി അല്ലാത്ത ഏതാണ്? കൽക്കരിയാണ്. ഇനി ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്ത പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ ധാതുക്കളും അയിരാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 2ഉം 3ഉം ശരിയാണ്. അതായത് ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം. അതായിരിക്കണം എന്തോന്ന്? ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിനുള്ള പ്രത്യേകത, സവിശേഷത എന്തൊക്കെയാവണം? ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോഹം വേർതിരിച്ച് മാറ്റാവുന്നതും ആയിരിക്കണം. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുമ്പോൾ ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണം, എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നത് ആയിരിക്കണം. അടുത്തത് ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന പരിവർത്തനം ഏതാണ്? ഏത് പ്രവർത്തനം നടക്കുന്നു? ജനറേറ്ററിൽ നടക്കുന്ന ആൻസർ അവിടെ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജം മാറുന്നു. ജനറേറ്ററിൽ യാന്ത്രികോർജ്ജമാണ് വൈദ്യോർജ്ജം. അപ്പോൾ ഒന്നും ഓർത്താൽ മതി, നമുക്ക് എന്ത് വേണം? കറണ്ട് വേണം ഇല്ല? കറണ്ട് വേണ്ടപ്പോൾ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? ജനറേറ്റർ ഓൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അവിടെ നമുക്ക് യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറാം? വൈദ്യോർജ്ജമായിട്ടാണ് മാറുക ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് വൈദ്യോർജ്ജം. സോ യാന്ത്രികോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യോർജ്ജമായി മാറുന്നു. ഇവിടെ ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായി മാറുന്നു. നെക്സ്റ്റ് വൺ. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശ്രവണബോധം, കേൾക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായെന്ന് നോക്കുക. ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ശരിയാണ്. കാരണം വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്, അറിയാമല്ലേ? വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു. ഒറ്റൊന്ന്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇത് രണ്ടും എന്താണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളാണ്. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടല്ലേ? ഇത് തെറ്റിപ്പോയല്ലേ? 20,000 ഹെർട്സാണ് ശരിയായതിന്. ഓക്കെ, നെക്സ്റ്റ് വൺ. കേരള ഗവൺമെൻറ് ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ, പുതിയ സംഭവങ്ങളല്ലേ? സോഫ്റ്റ്വെയർ ഇപ്പോൾ ഏതാണ്? സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക സാരഥി എന്ന സോഫ്റ്റ്വെയർ ആണ് കേരള ഗവൺമെൻറ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊടുക്കുന്നത്. നമുക്ക് ഡ്രൈവിംഗ് കിട്ടണമെങ്കിൽ, ലൈസൻസിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സാരഥി എന്ന ആപ്പ് വഴിയാണ് നമ്മളെല്ലാം ചെയ്യുക. സാരഥി എന്ന സോഫ്റ്റ്വെയർ ആണ്.
നെക്സ്റ്റ്, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം നൽകുന്നത്? രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം നൽകുന്ന ഏത് മേഖലയുള്ളവർക്കാണ്? ശാസ്ത്രജ്ഞർക്കാണ്. രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം ശാസ്ത്രജ്ഞർക്കാണ്. രാഷ്ട്രീയ വിജ്ഞാനം നൽകുന്നത് ആർക്കാണ്? സയൻറ്റിസ്റ്റുകൾക്കാണ് ശാസ്ത്രീയ പുരസ്കാരം. രാഷ്ട്രീയ വിജ്ഞാന പുരസ്കാരം സയൻറ്റിസ്റ്റുകൾക്കാണ്. നെക്സ്റ്റ് വൺ, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. 65 ഇയേഴ്സിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഏതെന്ന് ചോദിച്ചെന്ത് പറയാം? വയോമിത്രം. അവരെ നമുക്ക് എന്താക്കാം? മിത്രമായി കാണാം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം വയസ്സായവരല്ലേ? ശരിക്കും ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ വയോമിത്രം അവർക്ക് കൊടുക്കുന്നത്. വയോമിത്രം ക്യാപ്സൂൾ പോലെ അല്ലേ? അവർ കൊടുക്കുന്ന പരിരക്ഷയാണ് എന്ത്? വയോമിത്രം. എന്ത് പരിരക്ഷയാണോ കൊടുക്കുന്നത് അറിഞ്ഞുകൂടാ. കേരള അല്ലേ, പ്രത്യേകിച്ച് പരിരക്ഷകളൊന്നും തന്നെ ഈ മിത്രം വഴി കിട്ടാറില്ല. വയോമിത്രം എന്നുള്ള പേരൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പഠിച്ചു വെക്കണം. ഏത്? കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റി ഓർത്ത് വെക്കുക. മനസ്സിലായോ? എല്ലായിടത്തുമല്ല ഇത്. എവിടെയാണത്? കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമാണ്. മുനിസിപ്പാലിറ്റികളും അവിടെയാണ് എന്ത് കൊടുക്കുക? വയോമിത്രം പദ്ധതി വരിക. ഏത്? സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ സുരക്ഷ വയോമിത്രം അവിടെയാണ്. ഇവിടെ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമാണ്. 65 വയസ്സിന് മുകളിലുള്ള എവിടെ താമസിക്കുന്ന? കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റിയിലും താമസിക്കുന്ന വൃദ്ധർക്ക് വേണ്ടി കൊടുക്കുന്ന പരിരക്ഷ എന്താണ്? സാമൂഹ്യ പരിരക്ഷ എന്താണ്? വയോമിത്രമാണ്. അത് ഗ്രാമങ്ങളിലല്ല എന്ന് ഓർമ്മ വേണം. ഓക്കെ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമാണ് വയോമിത്രമായി കാണുന്നത് അല്ലേ? നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം ചിക്കൻ ബോക്സ്. കാരണം ചിക്കൻ ബോക്സ് വേഗം പകരുന്നു അല്ലേ? വൈറസ് മൂലം ഉണ്ടാകുന്നു. ട്യൂബർക്കുലോസ്, TB, അതിൻ്റെ സംഭവം മൈക്കോബാക്ടീരിയം അല്ലേ? TB, ട്യൂബർക്കുലോസിസ് അല്ലേ? മൈക്കോബാക്ടീരിയ പറയും വേറെ കേട്ടോ. ട്യൂബർക്കുലോസിസ് ബാക്ടീരിയ, ട്യൂബർക്കുലോസിസ് എന്ന് പറയും അല്ലേ? ഇനി കൊളറയാണ് വിബ്രിയോ കോളറെ. കുഷ്ഠം, ലെപ്രസി അല്ലേ? ലെപ്രെ എന്ന് പറയുന്നത് മൈക്കോബാക്ടീരിയ ലെപ്രസി. കോളറെ, വിബ്രിയോ കോളറെ അല്ലേ? ബാക്ടീരിയം. മൈക്കോബാക്ടീരിയം ലെപ്രസി വരുന്നത് കുഷ്ഠം ലെപ്രസിയെ സമ്പർക്കം മൂലം ലെപ്രസി. ട്യൂബർക്കുലോസിസ് ക്ഷയം. TB ഇല്ലേ? ട്യൂബർക്കുലോസിസ്. ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വൈറസ് രോഗം അല്ലേ? ഇതുപോലെ സാധനം വരുന്ന ചിക്കൻ ബോക്സ്. ഒരാൾക്ക് വന്നാൽ അപ്പുറത്ത് തൊടുന്നവർക്കും കാണുന്നവർക്കും എല്ലാം സംഭവം വരും. നെക്സ്റ്റ്, B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ പെർനീഷ്യസ് അനീമിയ. B12 മൂലം ഉണ്ടാകും. അതെന്ന് വെച്ചാൽ ആ സമയത്ത് അയഡിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. B12 കുറയുമ്പോൾ അയഡിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴെന്തുണ്ടാകുന്നത്? പെർനീഷ്യസ് അനീമിയ ഉണ്ടാകുന്ന അങ്ങനെയാണ്. വളർച്ച ഉണ്ടാകുന്ന അങ്ങനെയാണ്. B12 കുറയുമ്പോൾ നമുക്കെന്താണ്? ഈ അയണിനെ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല ബ്ലഡിലേക്ക്. അതാണ് സംഭവം. ഇനി പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എല്ലാം. വേദന കുറയ്ക്കുക, ഉദരാവസ്ഥ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക, ഇതെല്ലാം വരുന്നുണ്ട്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണം താഴെ പറഞ്ഞതിൽ ഏതാണ്? ജീവിതശൈലി രോഗം ജീവിതത്തിൻ്റെ രീതികൾ കൊണ്ട് അല്ലേ? അനങ്ങാമ്പാറയായിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ വേഗം കൂടും അല്ലേ? അപ്പോൾ എന്തൊക്കെ ഉണ്ടാകാം? ഒന്നെന്താണ്? അനാരോഗ്യകരമായ ഭക്ഷണശീലം അല്ലേ? വൈറസ് ബാധ ഇതല്ല, ജനിതക കാരണവുമല്ല, സാംക്രമിക രോഗവുമല്ല. പിന്നെന്താണ്? അനാരോഗ്യപരമായ ഭക്ഷണശീലം അല്ലേ? ദിവസവും ബിരിയാണി കഴിച്ചിട്ട് കൊളസ്ട്രോൾ കൂട്ടുക, ദിവസം കഴിച്ചാൽ അല്ലേ? ദിവസവും ഒരു പ്രായം കഴിഞ്ഞാൽ കൊച്ചിലെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണശീലം കുറച്ച് കൺട്രോൾ ചെയ്യണം. പ്രായം കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ് ഇതിന് കാരണം, ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം അല്ലേ? നെക്സ്റ്റ്, മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യം, പ്രോട്ടീൻ, ക്വാഷിയോക്കർ. മാംസ്യം മീൻസ് നമ്മുടെ മാംസം ഇറച്ചിയല്ല അല്ലേ? മാംസ്യം, പ്രോട്ടീൻ്റെ കുറവുണ്ടാകുന്ന ക്വാഷിയോക്കറാണ്. അടുത്തത് വരുന്നത് പെല്ലാഗ്ര. അടുത്തത് COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായത്
വൈറസാണ്. COVID-19 കാരണമാകുന്നത് വൈറസാണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ എന്താ വരിക? താലോലം പദ്ധതി. താലോലമാണ് 12 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് താലോലം. വില്ലൻ ചുമയ്ക്ക് കാരണമായ രോഗം. വില്ലൻ ചുമ ഇല്ല, ഭയങ്കര ചുമയാണ്. ബോർഡെറ്റല്ല പെട്രോസിസ്. ഈ ചുമയല്ല, ബോർഡെറ്റല്ല പെട്രോസിസ്, വില്ലൻ ചുമ. ചിക്കൻ പോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ. ചിക്കൻ പോക്സിന് വേരിസെല്ല വാക്സിൻ. BCG ഏതാ? ക്ഷയത്തിൻ്റെയാണ്. BCG ക്ഷയത്തിൻ്റെ വാക്സിൻ കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ അല്ലേ, മറ്റേ പോളിയോ മൈലൈറ്റിസ് പോളിയോയുടേത്, അത് സാബിൻ വാക്സിനൊക്കെ ഓർത്ത്. ചിക്കൻ പോക്സിൻ്റെത് വേരിസെല്ല വാക്സിൻ. ചിക്കൻ വേരിസെല്ല. BCG വാക്സിൻ ക്ഷയത്തിൻ്റെയാണ്. ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി. ആൻറ്റിബയോട്ടിക് കൂടുതൽ ഉപയോഗിക്കേണ്ടെന്നാരും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ? കിഡ്നി അടിച്ചു പോകും. ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏത് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അവർ? പദ്ധതി ഏതാണ്? പദ്ധതി എന്ന് പറയുമ്പോഴത് അമൃതാണ് അല്ലേ? അമൃത് പദ്ധതി. 23 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതായിരുന്നു? ഹൃദ്രോഗം അല്ലേ? ഹൃദ്രോഗമാണ്. ഒരെണ്ണം കൂടി. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 23-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി കൊടുക്കുന്ന സംരംഭം. കോക്ലിയർ ഇംപ്ലാന്റേഷൻ അല്ലേ? ചെവിയിൽ ഘടിപ്പിക്കുന്ന സാധനമാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ അല്ലേ? കോക്ലിയയുടെ കാണുന്ന ചെവിയുടെ ആന്തരകർണത്തിൽ കാണുന്നതാണ് കോക്ലിയ. കോക്ലിയർ ഇംപ്ലാന്റേഷൻ സാധ്യമാക്കുന്ന ഇല്ല ആ സംരംഭം ഏതാണ്? സംരംഭം എന്ന് പറയുമ്പോൾ അത് ശ്രുതി തരംഗം. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുമ്പോഴത് 1066. ദിശ ഹെൽപ്പ് ലൈൻ. ദിശ 1066. ദിശയ്ക്ക് ആശയ്ക്കകത്ത് ഉണ്ടോ 66. ദിശയ്ക്കകത്ത് 1066 ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.